ദിലീപ്, ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ചില നടപടികൾ അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമൊന്നുമല്ല, പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത് വലിയൊരു നടപടിയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അത്തരത്തിലേക്കുള്ള നടപടികളൊന്നുമല്ലല്ലോ ഇത്. അനുജ, ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അതീവ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടികളാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ നദീജല കരാർ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. ഇന്ത്യയിൽ ഉദ്ഭവിക്കുന്ന, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്ന ചില നദികൾ, ആ 3 നദികൾ ഏറ്റവും പ്രധാനമായുള്ളത് സിന്ധു, ഝലം, ചെനാബ് നദികൾ. ഈ നദികളിലെ ജലത്തിൻ്റെ 80% അവകാശവും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്നത് ഏഷ്യയിലെ ഏറ്റവും അധികം വരൾച്ച നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ്. ആ രാജ്യത്ത് പാകിസ്ഥാനിലെ ഏറ്റവും കാർഷിക സമ്പന്നമായ സ്ഥലങ്ങളെന്ന് പറയുന്നത് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളാണ്. ആ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളെ ജലസമൃദ്ധമാക്കുന്നത് ഈ സിന്ധു നദിയുടെ പോഷക നദികൾ, സിന്ധു നദിയും പോഷക നദികളും നൽകുന്ന ജലം കൊണ്ടാണ്. ആ ജലത്തിന്മേൽ ഇന്ത്യ അതിൻ്റെ നിയന്ത്രണാധികാരം ഊട്ടിയുറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാകിസ്ഥാൻ്റെ GDPയുടെ 24% ഈ പഞ്ചാബ്, സിന്ധു മേഖലയിൽ നിന്നാണ്. മാത്രമല്ല അവിടെയുള്ള ഈ തൊഴിലിൻ്റെ തന്നെ 45%, കയറ്റുമതിയുടെ 60% വരുന്നത് ഈ മേഖലയിൽ നിന്നുള്ള അതിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. തൊഴിലാകട്ടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവരാണ്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് ഈ നദീജല കരാർ എന്നുള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ന് ഒരുപക്ഷെ അവരുടെ വാർത്താക്കുറിപ്പിൽ സുരക്ഷാകാര്യ സമിതിയുടെ യോഗത്തിന് ശേഷം അറിയിച്ചിരിക്കുന്നത് ഈ നദീജലം തടയുന്നത് ഒരു യുദ്ധമായി കണക്കാക്കും എന്നത്. അവിടെയുള്ള ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുക, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുക എന്നതാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് അത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യയെയും സംബന്ധിച്ച് ഒരു രക്തരഹിതമായ തിരിച്ചടി എന്ന് തന്നെ പറയാം. കാരണം ആരുടെയും ചോര ചിന്താതെ തന്നെ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷിംല കരാറിൽ നിന്ന് പിന്മാറുമെന്ന പ്രഖ്യാപനമൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏതായാലും ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികൾ, നീക്കങ്ങളൊക്കെ വളരെ ആലോചിച്ചുറപ്പിച്ച്, വളരെ ചിന്തിച്ചുറപ്പിച്ച തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികളെ അത്ര ഗൗരവത്തിൽ കാണുന്നുമില്ല. അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടം അതിൻ്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ് എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയ പ്രസംഗം ശക്തമായി തിരിച്ചടിക്കും എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെ പാകിസ്ഥാനാണ് കൂടുതൽ അവർക്കാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും അവരെയാണ് കൂടുതൽ വിഷമവൃത്തത്തിലേക്ക് തള്ളിവിടുന്നതും. അനുജ, അതാണ് ദിലീപ് കുമാറും ശ്രീനാഥ് ചന്ദ്രനുമാണ് വിശദാംശങ്ങൾ നൽകിയത്.